തന്ത്രിയാണ് ചെയ്തത്. ഇനി നമ്മുടെ ഈ നവീകരണ കലശത്തിൻ്റെ പ്രധാന കർമ്മം ഗോളം സമർപ്പിക്കലും എല്ലാം ശിവഗിരിയിലെ സ്വാമിയും നമ്മുടെ വി എൻ തന്ത്രിയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിനെ ഈ പ്രഭാഷണത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാ തമഹം വന്ദേ പരമാനന്ദമാധവം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുറച്ചുകൂടി നേരത്തെ എത്തേണ്ടതായിരുന്നു. പക്ഷേ അചിന്തിതമായ മാർഗവിഘ്നം, വേറൊന്നും പറയാനില്ല. എങ്കിലും ഗുരുദേവൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ പുണ്യകർമ്മം നടക്കുമ്പോൾ ഈ പുണ്യകാലത്തിൽ ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ വലിയ സംതൃപ്തിയുണ്ട്. ഇവിടെ ഒരു താന്ത്രിക സമാരാധന നടക്കുകയാണ്. അതൊക്കെ ഇവിടെ വിശദീകരിച്ച് കാണും. ഈ കാലഘട്ടത്തിൽ ഈശ്വരാരാധനയ്ക്കായി അവലംബിക്കാവുന്ന മാർഗങ്ങളിൽ സുപ്രധാനമാണ് ക്ഷേത്രോപാസന. എന്നുവച്ചാൽ ക്ഷേത്രോപാസന മാത്രമല്ല, മറ്റനേകം മാർഗങ്ങളും ഈശ്വരോപാസനയ്ക്കായിട്ട് ഉപദേശിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് സാർവജനീനമായിട്ടുള്ളത്, എല്ലാവർക്കും അവലംബിക്കാവുന്നത് ക്ഷേത്രോപാസനയാണ്. കാലാനുസൃതങ്ങളായ മറ്റു മാർഗങ്ങളെക്കുറിച്ച് ഒരുപക്ഷെ ഇവിടെ വിശദീകരിച്ച് കാണും, അല്ലെങ്കിൽ നിങ്ങൾക്കറിയും. തപസ്സിൻ്റെ മാർഗം കൃതയുഗത്തിൽ, യജ്ഞങ്ങളുടെ മാർഗം ത്രേതായുഗത്തിൽ, പൗരാണിക ചര്യകളുടെ മാർഗം ദ്വാപരയുഗത്തിൽ, ഇപ്പം കലിയുഗമാണ്. ക്ഷേത്രോപാസന കലിയുഗത്തിൽ. ക്ഷേത്രത്തിൻ്റെ അർത്ഥവിശദീകരണമൊക്കെ നടത്തി കാണും. സമയവും പരിമിതമാണ്. ക്ഷതങ്ങളിൽ നിന്നും നമ്മെ ത്രാണനം ചെയ്യിക്കുന്നതാണ് ക്ഷേത്രം, അല്ലെങ്കിൽ പാപങ്ങളെ ക്ഷയിപ്പിക്കുന്നതാണ് ക്ഷേത്രം. സംസ്കൃത ഭാഷയിൽ കൃഷിഭൂമി എന്നും അർത്ഥമുണ്ട് ക്ഷേത്രത്തിന്. അതുകൊണ്ട് വിശുദ്ധമായ സാധന ആകുന്ന വിത്ത് വിതച്ച് സുകൃതങ്ങളെ കൊയ്തെടുക്കാൻ കഴിയുന്ന ഒരു ക്ഷേത്രം, ഒരു കൃഷിഭൂമി തന്നെയാണ് ക്ഷേത്രം. ഇത് താന്ത്രിക സമാരാധനയുടെ ഒരു പ്രായോഗിക വേദിയാണ്. കലിയുഗത്തിൽ താന്ത്രികമായ ആരാധനയ്ക്ക് കൂടുതൽ പ്രസക്തിയുണ്ട്. ഇനി താന്ത്രികമായ സമാരാധനയിൽ മുഖ്യമായിട്ടുള്ളത് മന്ത്രജപമാണ്. മന്ത്രജപം
മന്ത്രം എന്ന് വെച്ചാൽ മനനം ചെയ്യുമ്പോൾ നമ്മെ ത്രാണനം ചെയ്യിക്കുന്നത് അതാണ് മന്ത്രം. ഞാൻ പരമാവധി സംസ്കൃത പ്രയോഗങ്ങൾ ഒഴിവാക്കുകയാണ്, എങ്കിലും ചിലത് പറയാതിരിക്കാനും വയ്യ. മനനാൽ ത്രാണനാച്ചൈവ മദ്രൂപസ്യ അവബോധനാൽ മന്ത്രമിത്യുച്യതേ. ശിവസ്വരൂപത്തെ ധരിക്കാൻ ഉതകുന്നതായ ചില പ്രത്യേക സ്പന്ദനങ്ങളുടെ നിരന്തരമായ ഉച്ചാരണം, അതാണ് മന്ത്രം എന്ന് സാമാന്യമായിട്ട് പറയാം. ഇത് ഗുരുമുഖത്ത് നിന്നും ലഭിക്കേണ്ടതാണ്. ചില മന്ത്രങ്ങൾ നമ്മളൊക്കെ ജപിക്കാറുണ്ട്. നമഃശിവായ, ഓം നമോ നാരായണായ, ഇങ്ങനെയുള്ള നാമമന്ത്രങ്ങൾ. അതുപോലെ ഐം ഹ്രീം ക്ലീം സൗ ഇങ്ങനെ തുടങ്ങിയ ബീജമന്ത്രങ്ങൾ. അങ്ങനെ ഗുരുമുഖത്ത് നിന്നും ദീക്ഷയായിട്ട്, ദീക്ഷ എന്ന് വെച്ചാൽ ഒരു ദിവ്യമായ ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്ന ഒരു ചര്യ എന്നാണ് പറയേണ്ടത്. ദീയതേ ശിവസായുജ്യം, ശിവപദത്തിൽ സായുജ്യം ലഭിക്കുന്നത്, നൽകുന്നത് ആണ് ദീക്ഷ. അപ്പം അങ്ങനെ ഗുരുമുഖത്ത് നിന്ന് മന്ത്രോപദേശം വാങ്ങിക്കുക, ആ മന്ത്രത്തിൽ എത്ര അക്ഷരമുണ്ടോ അത്രയും ലക്ഷം ഒരു ജപിക്കുക, അതിൻ്റെ ദശാംശം വീതം മറ്റ് പുരസ്ചരണ കാര്യങ്ങൾ ചെയ്യുക. അതിലൂടെ മന്ത്രസിദ്ധി കൈവരും. മന്ത്രസിദ്ധിയിലൂടെ ഭുക്തിയും മുക്തിയും കൈവരും, ഭൗതികമായ ഐശ്വര്യങ്ങളും ആത്മീയമായ അഭ്യുന്നതിയും. ഇതാണ് താന്ത്രിക സാധനയുടെ പൊരുള്. സാധാരണക്കാർക്ക് ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാകാൻ തന്നെ പ്രയാസമാണ്, കടങ്കഥ പോലെ തോന്നുക. പിന്നെയാണോ ഇതൊക്കെ അവലംബിച്ച് പരമപദത്തിൽ എത്തിച്ചേരാൻ സാധിക്കുക എന്നുള്ളത്. ഇത് നമ്മുടെ പൂർവികന്മാർ മനസ്സിലാക്കിയിരുന്നു, ഗുരുക്കന്മാർ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് ഏതൊരു സാധാരണക്കാരനും കഠിനമായ യോഗചര്യകളോ മന്ത്രോപാസനാ മാർഗങ്ങളോ അവലംബിക്കുമ്പോൾ ലഭിക്കേണ്ടുന്ന നന്മകൾ അനായാസേന സിദ്ധിക്കുമാറ് സംവിധാനം ചെയ്തിരിക്കുന്നു ക്ഷേത്രോപാസനയിൽ. യുഗപ്രഭാവനായ ഗുരുദേവനും ഈ മാർഗത്തെ അവലംബിക്കാൻ കാരണം അതിൻ്റെ കാലിക പ്രസക്തിയും സാർവജനീനതയും ഉള്ളതുകൊണ്ടാണ്. ഇവിടെ വിശദീകരിച്ചു കാണും, ദേഹോ ദേവാലയ പ്രോക്തഃ, ദേഹമാണ് ദേവാലയം. ഒരു പൂർണ്ണമായ ക്ഷേത്രം ദേഹത്തിന് സമാനമാണ്, വിശദീകരിക്കുന്നില്ല. ആ ക്ഷേത്രം ഒരു സ്ഥൂലദേഹമാണെങ്കിൽ സൂക്ഷ്മദേഹമാണ് ബിംബം, കാരണദേഹമാണ് അതിലെ ചൈതന്യം. പ്രതിഷ്ഠ എന്ന് വച്ചാൽ പ്രപഞ്ചത്തിലെങ്ങും എള്ളിലെണ്ണ പോലെ നിറഞ്ഞു നിൽക്കുന്ന പരമാത്മ ചൈതന്യ സ്രോതസ്സിനെ ഒരു പ്രത്യേക ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കുന്നതാണ്. ആ ബിന്ദുവാണ് വിഗ്രഹം, വിശേഷേണ ഒരു ചൈതന്യത്തെ ഗ്രഹിപ്പിച്ചിട്ടുള്ളത്. മന്ത്രസിദ്ധി കൈവരിച്ച ഒരാചാര്യനാണ് ഇത് സാധിക്കുക. അങ്ങനെ ആചാര്യന്റെ വിധിപ്രകാരമുള്ള പ്രതിഷ്ഠയും
അർച്ചകന്റെ നിത്യേന നിയമേന നടക്കുന്ന, അർച്ചകൻ എന്ന് വെച്ചാൽ പൂജ നടത്തുന്ന പുരോഹിതൻ, പൂജാപദ്ധതിയും ആരാധകരുടെ ഭക്തി ശ്രദ്ധാപുരസ്സരമുള്ള ആരാധനകളും വന്ദനം, പ്രദക്ഷിണം, നമസ്കാരം, സ്തോത്രപഠനം, പ്രസാദ സ്വീകരണം, ഈ ചര്യകളും ഇവ നടക്കുന്നതിലൂടെ സാധാരണക്കാരന് അനായാസമായി ഭുക്തിമുക്തി പ്രാപ്തി ഉണ്ടാക്കുന്നതാണ് ക്ഷേത്രം. ഒരു മന്ത്രചൈതന്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. അതിനെ നിലനിർത്തുന്നതാണ് പ്രതിഷ്ഠ, അതിനെ പോഷിപ്പിക്കുന്നതാണ് നിത്യാർച്ചന, അതിനെ ഉൾക്കൊള്ളുന്നതാണ് നിത്യേന നിയമേന നടത്തുന്ന ആരാധന. ഇങ്ങനെയെല്ലാം ആയാൽ പോലും ക്ഷേത്രപാത്രത്തിൽ നിറഞ്ഞിരിക്കുന്ന മന്ത്രസ്പന്ദനങ്ങൾ കാലാന്തരത്തിൽ ക്ഷയിക്കുവാനിടയുണ്ട്. ആചാരലോപം കൊണ്ടും ശ്രദ്ധയുടെ ന്യൂനത കൊണ്ടും ചര്യാക്രമങ്ങളുടെ നൈഷ്ഠിക സ്വഭാവം ക്ഷയിക്കുന്നതുകൊണ്ടും ക്ഷേത്ര ചൈതന്യത്തിന് ഒരു മങ്ങലേൽക്കാം. കാർമേഘം വന്ന് നിറഞ്ഞാൽ ചന്ദ്രമണ്ഡലത്തെ നമുക്ക് ദർശിക്കാനും ചന്ദ്രിക ആസ്വദിക്കാനും സാധിക്കണമെന്നില്ല. അതുകൊണ്ടാണ് ചൈതന്യപൂർണമായ ഒരു ക്ഷേത്രത്തെ ലോകാനുഗ്രഹത്തിനായി പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു ക്ഷേത്രത്തെ ചൈതന്യപൂർണമാക്കി നിലനിർത്താൻ ഓരോ 12 വർഷം കൂടുമ്പോഴും അഷ്ടബന്ധ കലശം നടത്തണം എന്ന് ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള 12ാം വർഷം കൂടുമ്പോൾ നടത്തുന്ന ചൈതന്യദായകമായ പോഷകമായ ഒരു ക്രിയയാണ് അഷ്ടബന്ധ കലശം. അതാണ് ഇവിടെ നടക്കുന്നത്. ഇനി ഒരു വിഗ്രഹം എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ ഒരു മന്ത്രചൈതന്യം ഉൾക്കൊള്ളുന്നതാണെന്ന്. മന്ത്രചൈതന്യം എങ്ങനെയാ വിഗ്രഹാവുക? മന്ത്രസ്പന്ദനങ്ങൾക്ക് ഒരു ക്ഷേത്രഗണിത രൂപം കൊടുത്താൽ, ജ്യോമെട്രിക്കൽ ഫോം, ചില ബിന്ദു, ത്രികോണം, ഷൽക്കോണം, വൃത്തം, അഷ്ടദളം ഇങ്ങനെയുള്ള ചില രേഖകളൊക്കെ ലഭിക്കും. ഇതിനെയാണ് യന്ത്രം എന്ന് പറയുന്നത്. ഒരു മന്ത്രമുണ്ടെങ്കിൽ അതിനൊരു യന്ത്രം ഉണ്ടായിരിക്കും. ചില യന്ത്രങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പത്രങ്ങളിൽ പരസ്യവും ഇപ്പൊ നല്ലൊരു കച്ചവടവും കൂടിയാണത്. അതെന്തെങ്കിലും ആവട്ടെ. അപ്പൊ അങ്ങനെയുള്ള യന്ത്രങ്ങൾക്കൊരു മാനുഷിക രൂപം കൊടുത്താൽ അതാണ് ദേവതാ സ്വരൂപം. ഇപ്പൊ ശ്രീചക്രം പ്രസിദ്ധമായൊരു യന്ത്രമാണ്. ഒരു ബിന്ദു, ത്രികോണം, ഷൽക്കോണം, വൃത്തം, പിന്നെ 2 10 കോണ്, ഒരു 14 കോണ്, ഒരു അഷ്ടദളം, ഒരു 16 ദളം, 3 വൃത്തം, 3 ഭൂപുരം. ഇത് കേട്ടാൽ തന്നെ ഒന്നും മനസ്സിലാവില്ല. എങ്കിലും ഇതാണ് ശ്രീചക്രം. ബിന്ദു, ത്രികോണം, എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും കുറച്ചൊക്കെ. ഇതിന് മാനുഷിക രൂപം കൊടുക്കുന്നത് ബിന്ദുവം ബ്രഹ്മരന്ധ്രേ, ബിന്ദുവിനെ ബ്രഹ്മരന്ധ്രായിട്ടും, മസ്തകേജ ത്രികോണകം, ത്രികോണത്തെ ശിരസ്സായിട്ടും, ലലാടെ അഷ്ടാരചക്രം 8 കോണിനെ നെറ്റിയായിട്ടും,
അങ്ങനെ ഒരു രൂപകൽപ്പന കൊടുത്താൽ മനോഹരമായ ഒരു സ്ത്രീരൂപം ലഭിക്കും. ഇതാണ് ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ നാം ധ്യാനിക്കുന്ന ദേവിയുടെ സ്വരൂപം. സകുങ്കുമവിലേപനാമളിക ചുംബികസ്തൂരികാം സമന്തഹസിതേ ക്ഷണാം സശരചാപപാശാങ്കുശാം അശേഷജനമോഹിനീമരുണമാല്യ ഭൂഷാംബരാം ജപാകുസുമഭാസുരാം ജപവിധൗ സ്മരേദംബികാം. ശ്രീചക്രത്തിന്റെ മന്ത്രമാണ് ശ്രീവിദ്യ എന്ന് പറയുന്നത്. ദശ മഹാവിദ്യകളുണ്ട്, 10 മന്ത്രങ്ങൾ വളരെ പ്രധാനമായിട്ടുള്ളതാണ്. അതില് ഒന്നാണ്, ഞാൻ ചിലപ്പോൾ സുപ്രധാനമായ ഒന്നാണെന്ന് പറയും, അതാണ് ശ്രീവിദ്യ. അപ്പൊ ആ മന്ത്രത്തിന്റെ യന്ത്രം ശ്രീചക്രം, അതിന്റെ ദേവത ത്രിപുര സുന്ദരി എന്നുള്ളത്. ഇതുപോലെ എല്ലാ മന്ത്രങ്ങൾക്കും ഒരു യന്ത്രവും ദേവതയും ഉണ്ടായിരിക്കും. ദേവതയുടെ മാനുഷിക രൂപം പ്രതിഷ്ഠിച്ചിട്ടുള്ളതാണ് ക്ഷേത്രം. അതിവിടെ ദേവാലയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് വിശദീകരിച്ച് കാണും. അപ്പൊ അങ്ങനെയുള്ള ഒരു ബിംബത്തിൽ ലയിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ സ്ഥിരീകരിച്ചിട്ടുള്ള മന്ത്രചൈതന്യം ക്രമേണ ക്ഷയിച്ചാൽ അതിനാണ് കലശാഭിഷേകം നടത്തണം എന്ന് പറയുന്നത്. കലശം എന്ന് വെച്ചാൽ എന്താണ്? ആ വാക്കിന്റെ അർത്ഥം കലകൾ ശയിക്കുന്നത്. കലാസ്തു ശരതേ യസ്മിൻ കലശ പരികീർത്തിത. ചില പ്രത്യേക യന്ത്രസമാനമായ പത്മങ്ങളൊക്കെ ഇട്ടിട്ട് അതിൽ ചില പ്രത്യേക കുംഭങ്ങളിൽ നിറച്ചിട്ടുള്ള ജലത്തിലേക്കോ ദ്രവ്യത്തിലേക്കോ ചില മന്ത്രങ്ങളെ ജപിച്ച് സമന്വയിക്കുന്നു. ചുരുക്കത്തിൽ ഇതാണ് കലശം. അമ്പലത്തിൽ വന്ന് തൊഴുതാൽ അവർക്ക് അഭീഷ്ടപ്രാപ്തി ഉണ്ടാവണം, ദുഃഖനിവൃത്തി ഉണ്ടാവണം, അവരെന്താഗ്രഹിക്കുന്നു അത് സഫലീകരിക്കപ്പെടണം. അതോടൊപ്പം തന്നെ ആധ്യാത്മികമായ അഭ്യുന്നതി ഉണ്ടാകണം. ഇതിനുള്ള ക്ഷമത ക്ഷേത്രത്തിൽ ഉണ്ടാവണം. അപ്പൊ അതിലേക്ക് ഈ കുംഭങ്ങളിൽ നിറയ്ക്കുന്ന ദ്രവ്യത്തിലേക്ക് സാധകനായ ആചാര്യൻ വളരെ ഭക്തി ശ്രദ്ധാപുരസ്സരം ചില പ്രത്യേക മന്ത്രസ്പന്ദനങ്ങളെ ആവാഹിച്ച് ലയിപ്പിക്കുക. കലാവാഹന, അഗ്നികല, സൂര്യകല, സോമകല, ബ്രഹ്മകല, വിഷ്ണുകല, രുദ്രകല, ശക്തികല, ശാന്തകല, നാദകല, ബിന്ദുകല, ഇങ്ങനെയുള്ള കലകളെ എന്ന് വെച്ചാൽ ചില മന്ത്രസ്പന്ദനങ്ങളെ അതിൽ ലയിപ്പിക്കുക. ഇതുപോലെ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യത്തെ താത്വികമായി പരിണമിപ്പിച്ച് ഈ തത്വങ്ങളെ അതിലേക്ക് ലയിപ്പിക്കണം. അതാണ് തത്വാവാഹനം. ഇതുപോലെ ആ ബ്രഹ്മചൈതന്യത്തെ മന്ത്രമയമാക്കി തീർത്ത് ഈ കലശത്തിൽ ലയിപ്പിക്കുക. ഇതാണ് ജീവാവാഹന എന്ന് വേണമെങ്കിൽ പറയാം. ഈ ആവാഹനകളും അതിന് യോഗ്യങ്ങളായ പൂജകളും നടത്തി മന്ത്രപൂരിതമായ കലശം ചില ഹോമങ്ങൾ ചെയ്ത് സംവാദം ആ ഹോമ ചൈതന്യത്തെ അതിലേക്ക് സമന്വയിപ്പിച്ച് ചില പ്രത്യേക ന്യാസങ്ങൾ മന്ത്രം ജപിച്ചുകൊണ്ട് അതിലിങ്ങനെ സ്പർശിക്കുന്നതാണ് ന്യാസം എന്ന് ചുരുക്കത്തിൽ പറയാം. അത് ചെയ്ത് മന്ത്രമയമാക്കി തീർത്ത് ഈ ബ്രഹ്മാണ്ടത്തിലുള്ള, നേരത്തെ പറഞ്ഞില്ലേ, എള്ളിൽ എണ്ണ പോലെ നിറഞ്ഞു നിൽക്കുന്ന പരമാത്മ ചൈതന്യത്തെ അതിൽ സമന്വയിച്ച് ഇപ്പോൾ
ആ സംവാദവും സ്പരിശിച്ച് ന്യാസവും ചെയ്ത് അധിവസിച്ച പൂജ നടത്തുക. ഇത് ഈ കലശങ്ങളെ മുഴുവൻ ഒന്നാക്കി തീർത്തിട്ടുള്ള അധിവാസ പൂജയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം പ്രാസാദം എന്ന് പറയുന്ന ശ്രീകോവിലിനെ ശുദ്ധീകരിച്ചു. അവിടെ ചില പ്രത്യേക ഹോമങ്ങളും വാസ്തുബലി പോലുള്ള ചടങ്ങുകളും കഴിഞ്ഞു. ബിംബശുദ്ധി ക്രിയകൾ കഴിച്ച് പീഠത്തെ ശുദ്ധീകരിച്ചു. ഈ ബിംബത്തെയും പീഠത്തെയും യോജിപ്പിക്കുന്ന ഒരു യോജക ദ്രവ്യമുണ്ട്. ഇതിനെയാണ് അഷ്ടബന്ധം എന്ന് പറയുന്നത്. കോഴിപ്പരൽപ്പൊടി, മണൽപ്പൊടി, കോലരക്കും, ശംഖാറുകൂറു, ചതുരാകൃതി, ചഞ്ചലീയം, നെല്ലിക്കപാതി, ഇരുകൂറ് കടുക്ക നല്ല കാർപ്പാസവും തിലരസത്തിൽ നനച്ചിടിപ്പു. ഇതാണ് അഷ്ടബന്ധം. ചില ദ്രവ്യങ്ങള് കോഴിപ്പരല്, അത് കോഴിയുടെ അതൊന്നും അല്ലാട്ടോ. ചില നദികളിൽ നിന്ന് ശംഖ് പോലെ അത്യപൂർവമായി ലഭിക്കുന്ന ഒരു വസ്തുവാണ് കോഴിപ്പരല്. ഇനി വല്ല കോഴിക്കാലോ ഒക്കെയാണെന്ന് വിചാരിച്ചാൽ ഇപ്പൊ കോഴിയുടെ കാലല്ലേ, ചിക്കന്റെ കാലമാണ്. ഈ കോഴിപ്പരൽ പൊടി, പേരാറ്റ് മണല്, ബ്രഹ്മയജ്ഞം നടന്നിട്ടുള്ള ഭാരതപ്പുഴയുടെ തീരത്തു നിന്നും എടുക്കുന്ന മണല്, ഈ വസ്തുക്കളൊക്കെ പൊടിച്ച് അതില് നല്ലെണ്ണയും പഞ്ഞിയും ചേർത്ത് 1 ലക്ഷമെങ്കിലും ഇടിക്കണം എന്നാണ്. അപ്പൊ അത്ര ഇടിക്കണ്ടോന്ന് ഇങ്ങോട്ട് ചോദിക്കരുത്. അർദ്ധവർഷം ഇടിച്ചിടിൽ ആകൽപ്പം നിലനിന്നിടുന്നതാണ്. അങ്ങനെയുള്ള അഷ്ടബന്ധത്തെ നവശക്തി മന്ത്രങ്ങൾ തൊട്ട് ജപിച്ച് മന്ത്രമയമാക്കി തീർത്ത് ജീർണാഷ്ടബന്ധം കളഞ്ഞു. ഈ അഷ്ടബന്ധം വിഹതമായാൽ സമാജം ആകുന്ന പീഠം, ബ്രഹ്മചൈതന്യമാകുന്ന ബിംബം, ഇത് രണ്ടും തമ്മിൽ ബന്ധമില്ലാണ്ടാവും. ഭഗവത് അനുഗ്രഹം ഇവിടെ നിലനിൽക്കുന്നു. നമ്മൾ ഭക്തന്മാര് പ്രാർത്ഥിക്കുമ്പോൾ ആ ഭഗവത് അനുഗ്രഹം ഇങ്ങോട്ട് ഒഴുകുകയാണ്. അതിനെ നമ്മളുമായിട്ട് സംയോജിപ്പിക്കുകയാണ്. ബിംബത്തെ പീഠവുമായി യോജിപ്പിക്കുകയാണ് അഷ്ടബന്ധം ചെയ്യുന്നത്. അപ്പോ പീഠത്തിൽ സ്ഥിതി ചെയ്യുന്ന ബിംബത്തെ പീഠവുമായി നവശക്തിയാത്മകമായ മന്ത്രമയമായ ഈ ദ്രവ്യം സുമുഹൂർത്തത്തിൽ ലേപനം ചെയ്ത് ഈ ബിംബപീഠങ്ങളെ ആ ഈശ്വര ചൈതന്യത്തെയും ഭക്തസമാജത്തെയും സമന്വയിച്ച് സമ്മേളന വ്യാപകം എന്നൊരു ചടങ്ങ് നടത്തിയിട്ട് അതിനെ വീണ്ടും മന്ത്രമയമാക്കി തീർക്കാൻ മന്ത്രപ്രസരണത്തിന് ഉതകുന്ന ബ്രഹ്മകലശം അഭിഷേകം ചെയ്യുന്നു. ഇതിനുശേഷം മഹാപൂജ നടത്തുന്നു. അതാണ് സപരിവാര പൂജ എന്ന് എഴുതിയിട്ടുള്ളത്. ഇനി ക്ഷേത്രമാകുന്ന പാത്രത്തിൽ മതിലിനോട് ചേർന്നുള്ള ഗോപുരം തുടങ്ങി ധ്വജം, ബലിക്കപ്പുര, അതോടൊപ്പം പുറത്തെ പ്രദക്ഷിണ വഴി, പിന്നെ വിളക്ക് മാടം, വലിയമ്പലം, അകത്തെ പ്രദക്ഷിണ വഴി, നമസ്കാര മണ്ഡപം, മുഖായാമം, ഗർഭഗൃഹം, ഇത്രയും അംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ മന്ത്രസ്പന്ദനങ്ങളെ ഓരോന്നിനെയും ഉണർത്തി പൂജിക്കുന്ന ഒരു ചടങ്ങാണ് ശ്രീഭൂതബലി എന്ന് പറയുന്നത്. ഇത്രയും കഴിഞ്ഞാൽ അപ്പോ സുമുഹൂർത്തത്തിൽ അഷ്ടബന്ധം ലേപനം ചെയ്ത് ജീവാവാഹനം നടത്തി ബ്രഹ്മകലശം അഭിഷേകം ചെയ്ത് മഹാപൂജ കഴിഞ്ഞ് ശ്രീഭൂതബലി എന്ന പരിവാര പൂജയും കഴിഞ്ഞാൽ മന്ത്രസ്പന്ദനം നിറഞ്ഞു നിൽക്കുന്ന ഒരു പാത്രമായിട്ട് ക്ഷേത്രം പരിണമിക്കുന്നു. അവിടെയാണ് ഭക്തി ശ്രദ്ധാപുരസ്സരം ഭക്തന്മാര് ദർശനം നടത്തുന്നത്.
ശ്രദ്ധ എന്ന് വെച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും, ഏകാഗ്രത. അത് മാത്രം പോരാ, ഗുരുവാക്യങ്ങളിലും മഹാവാക്യങ്ങളിലുമുള്ള വിശ്വാസം, അതിനെ ശ്രദ്ധ എന്ന് പറയുന്നു. ഗുരുവാക്യങ്ങൾ സത്യം വദ, ധർമ്മം ചര, സ്വാധ്യായാന്മാ പ്രമദഃ, ഭൂതീന പ്രമതിദ്രവ്യം, ദേവപിതൃകാര്യാഭ്യാം ന പ്രമതിദ്രവ്യം, സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമതിദ്രവ്യം, മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥിദേവോ ഭവ. ഇങ്ങനെയുള്ള ഗുരുക്കന്മാരുടെ അനുശാസനങ്ങൾ. ഞാനിപ്പോ തൈത്തിരീയോപനിഷത്തിലെ ചില വാക്യങ്ങൾ ഇവിടെ പറഞ്ഞു എന്ന് മാത്രം. ഇതിലുള്ള വിശ്വാസം. ഇനി ഭക്തി എന്ന് വെച്ചാൽ നിങ്ങൾ ആവർത്തിച്ച് കേട്ടിട്ടുണ്ടാവും. ചുരുക്കത്തിൽ ശ്രവണം, കീർത്തനം, അർച്ചനം, പാദസേവനം, സ്മരണം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഭക്തിയുടെ ഓരോ ഘടകങ്ങൾ സ്വാമിയുടെ പ്രഭാഷണത്തിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ചൈതന്യപൂർണമായ ക്ഷേത്രത്തിൽ ആചാരപുരസ്സരം ദർശനം നടത്തുമ്പോൾ, നിത്യേന നിയമേന ഈ ആരാധന നടക്കുമ്പോൾ, അവിടെ നിറഞ്ഞു നിൽക്കുന്ന മന്ത്രചൈതന്യം ഭക്തനിലേക്ക് സംബന്ധിക്കുകയും അതിന്റെ അത് ഭക്തനിലെ ഉറങ്ങിക്കിടക്കുന്ന ചൈതന്യത്തിന്റെ ഒരു കോടിയിലൊരംശത്തിന് പ്രബോധനമുണ്ടാക്കിയാൽ അതിലൂടെ ഭുക്തിയും മുക്തിയും, അഭീഷ്ടപ്രാപ്തിയും അപവർഗപ്രാപ്തിയും കൈവരുത്തുന്നു. ഇവിടെ പ്രത്യേകിച്ചും സുബ്രഹ്മണ്യ ക്ഷേത്രമാണ്. സുബ്രഹ്മണ്യനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ നേരത്തെ മന്ത്രങ്ങളെ കുറിച്ച് പറഞ്ഞു. 6 പ്രത്യേക മന്ത്രസാധനകളെ ഷാൺമതങ്ങൾ എന്ന് പറയും. ഗാണപത്യം, കൗമാരം, സൗരം, ശൈവം, വൈഷ്ണവം, ശാക്തം. ഗണപതിയുടെ രൂപഭാവങ്ങളിലുള്ള ഈശ്വരോപാസന, സുബ്രഹ്മണ്യരുടെ രൂപത്തിലുള്ള ഈശ്വരോപാസന, സൂര്യനായിട്ട് ഭാവന ചെയ്തുകൊണ്ടുള്ള ഈശ്വരോപാസന, ഇതുപോലെ ശിവനായിട്ടും വിഷ്ണുവായിട്ടും ദേവിയായിട്ടും ചെയ്യുന്ന ഈശ്വരോപാസന. ഇതാണ് ഷണ്മതങ്ങൾ. ഇതിൽ സുബ്രഹ്മണ്യനെ കുറിച്ച് പറയുമ്പോൾ 33 കോടി ദേവതാ സ്വരൂപൻ എന്നാണ് പറയുക. 33 കോടി ദേവന്മാരുണ്ടെന്നാണല്ലോ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത്. ആ ദേവന്മാരെ, ആ മന്ത്രങ്ങളെല്ലാം ജപിച്ച് ഉപാസിക്കുന്ന ഫലം സുബ്രഹ്മണ്യനെ തൊഴുതാ കിട്ടൂത്രേ. ഒരു മഹത്തായ മന്ത്രം ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. ഗുരുദേവന്റെ ബാഹുലേയ അഷ്ടകം എന്നൊരു കീർത്തനം നിങ്ങൾ ചൊല്ലുന്നുണ്ടാവും. ഓം 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 ഹോമധൂമ പ്രകട തട ജടാ കോടി ഭോഗി പ്രപൂരം അം 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 ആതിഥേയ പ്രണത പദയുഗാം ഭോരുഹ ശ്രീവിലാസം ഉഗ്രനേത്രത്രയലസിത ബുർജ്യോതിരാനന്ദരൂപം ശ്രീം 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 ശീഘ്രചിത്ത ഭ്രമഹരമഹി അഖിലം ഭാവയേ ബാഹുലേയം. ബാഹുലേയ അഷ്ടകം ഒരു മന്ത്ര സ്തോത്രാണത്. താന്ത്രികമായ വളരെ പ്രാധാന്യമുള്ള സ്തോത്രാണ്. ബാലസുബ്രഹ്മണ്യ മന്ത്രം. ബാലസുബ്രഹ്മണ്യ മന്ത്രമല്ല, ബാല എന്ന് പറയുന്ന താന്ത്രികമായി വളരെ പ്രാധാന്യമുള്ള ഒരു മന്ത്രമുണ്ട്. ബാലയ്ക്ക് ചേലൊത്ത മന്ത്രം ഇല്ല എന്നാണ്. അതും സുബ്രഹ്മണ്യന്റെ ഷഡക്ഷര ശരവണ ഭവ എന്നുള്ള മന്ത്രങ്ങളും കൂട്ടി യോജിപ്പിച്ചിട്ടുള്ള ഒരു പ്രത്യേക യോഗമാണത്. ഇതെവിടെന്ന് വന്നു എന്ന് ചിന്തിച്ചാൽ അഗസ്ത്യരെ എന്ന് പറയുന്ന ഋഷിമാരിൽ വളരെ പൊക്കം കുറഞ്ഞ ഒരു ഋഷി,
കുഞ്ഞുണ്ണി മാഷ് പറയില്ലേ, പൊക്കമില്ലാത്തതാണ് എന്റെ പൊക്കം. 4 സമുദ്രങ്ങളെയും ഒരുമിച്ച് കുടിച്ചു തീർത്ത ആളാണ് അഗസ്ത്യര്. അഗസ്ത്യരെ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് അഗസ്ത്യരുടെ പത്നി ലോപാമുദ്ര. ഇവർ ഉപാസിച്ചിട്ടുള്ള മന്ത്രങ്ങളുണ്ട്. അപ്പൊ അതില് അഗസ്ത്യരുടേതായ സംവിധാനം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു മന്ത്രമാണ് ഈ ബാലാസുബ്രഹ്മണ്യ മന്ത്രം. അത് അഗസ്ത്യര്, പുലിപ്പാണി ചിത്തര്, അങ്ങനെ ഇത് പരമ്പരയായിട്ട് ഒഴുകി വന്ന് അയ്യാഗുരുസ്വാമികള്, അവരിൽ നിന്ന് ഗുരുദേവൻ അങ്ങനെ ഇവിടെ എത്തി നിൽക്കുകയാണ് ഈ പുണ്യക്ഷേത്രത്തിൽ. അപ്പൊ ആ മന്ത്രം ഈ കലശമാടുന്നതോടുകൂടി ഈ ക്ഷേത്രപാത്രത്തിൽ നിറയുന്നു. അവിടെ നമ്മൾ ആകെ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ മന്ത്രശാസ്ത്രം, യോഗവും ഒന്നും പഠിച്ചില്ലെങ്കിൽ ഇവിടെ വന്ന് തൊഴുത് പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് നാമം ജപിച്ച് പ്രസാദം വാങ്ങിയാൽ മാത്രം മതി. അങ്ങനെ ഈ കാലഘട്ടത്തിൽ അതികഠിനങ്ങളായ മന്ത്രസാധനകൾ ചെയ്യുന്നതിന് പകരം ലളിതങ്ങളായ ക്ഷേത്രോപാസന കാര്യങ്ങളിലൂടെ നമുക്ക് ഭുക്തിയും മുക്തിയും പ്രദാനം ചെയ്യാനുള്ള ഒരു ക്ഷമത ഈ അഷ്ടബന്ധ കലശത്തിലൂടെ നമ്മുടെ പുണ്യസങ്കേതത്തിൽ കൈവരുന്നു. അതാണ് അഷ്ടബന്ധ കലശം. ഇങ്ങനെ ക്ഷേത്രം മന്ത്രമയമായ ഒരു പശ്ചാത്തലമാണെന്ന് മനസ്സിലാക്കി അതിനനുഗുണമായിട്ടുള്ള ക്ഷേത്ര ആചാര മര്യാദകൾ നിത്യേന നിയമേന പാലിക്കുകയാണ് നാം ചെയ്യേണ്ടത്. അതിനാണ് ഗുരുദേവൻ നമുക്ക് ഈ ക്ഷേത്രങ്ങളൊക്കെ സംവിധാനം ചെയ്ത് നൽകിയിട്ടുള്ളത്. നമ്മൾ ചെയ്യേണ്ടത് നിത്യേന നിയമേന ക്ഷേത്രത്തിൽ വരണം. പോരാ, ഒരു 4-5 കാര്യങ്ങള് ക്ഷേത്രത്തിൽ നടക്കണം. ആചാര്യ തപസ, ആമ്നായ ജപേന, നിയമേന, ഉത്സവേന, അന്നദാനേന ക്ഷേത്രവൃദ്ധിസ്തു പഞ്ചഥ. തന്ത്രിയുടെ തപശക്തി കൊണ്ടാണ് ക്ഷേത്രം വൃദ്ധിയെ പ്രാപിക്കേണ്ടത്. തന്തും രാതി ഇതി തന്ത്രി. ദേവന് ജീവകലയെ കൊടുക്കുന്ന സാധകനെയാണ് തന്ത്രി എന്ന് പറയേണ്ടത്. വിശദീകരിക്കുന്നില്ല. ആമ്നായ ജപേന, ക്ഷേത്രത്തിലെ വേദമന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടുള്ള അഭിഷേകം, അർച്ചന ഇവ നടക്കണം. വേദമന്ത്രങ്ങൾ അറിയില്ലെങ്കിൽ നാമമന്ത്രങ്ങൾ ചൊല്ലിയാലും മതി. ഇനി ഇതൊന്നും അറിയില്ലെങ്കിൽ ശിവനാമം ജപിച്ചാൽ മതി. കാരണം അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. പാമനായ ജപേന നിയമേന ച, നിത്യനൈമിത്തിക നിയമങ്ങൾ പാലിക്കപ്പെടണം. ഉത്സവേന, ഉത്സവം എന്ന് വെച്ചാൽ ഇവിടെ പറഞ്ഞു കാണും ഊർധ്വമുഖമായ പ്രവാഹമാണ്. ക്ഷേത്രമാകുന്ന പാത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മന്ത്രചൈതന്യത്തെ പോഷിപ്പിച്ച് ഗ്രാമസീമകളിലേക്ക് പ്രവഹിപ്പിക്കുന്ന ഒരനുഷ്ഠാന സമൃദ്ധി. അതാണ് ഉത്സവം, നേരോട്ടുള്ള ഒഴുക്കാണത്. ഇതോടൊപ്പം അന്നദാനം, ഭക്തന്മാർക്ക് അന്നം ദാനം ചെയ്യുക, പ്രസാദമാകുന്ന മന്ത്രമയമായ അന്നം ദാനം ചെയ്യുന്നത് ക്ഷേത്രവൃദ്ധിക്ക് ഉതകുന്നതാണ്. ഈ നല്ല കാര്യങ്ങളെല്ലാം ചെയ്ത് ഒരു പുണ്യസങ്കേതത്തെ മന്ത്രമയമാക്കി തീർക്കുന്ന ഒരനുഷ്ഠാനമാണ് ഇവിടെ നടക്കുന്നത്. ഇതിന്റെ തുടർച്ചയായി ഭക്തി ശ്രദ്ധാപുരസ്സരം നടക്കേണ്ടുന്ന ആരാധനകൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോഴാണ് നമുക്ക് ലഭിച്ച ഗുരുകാരുണ്യം പൂർത്തീകരിക്കപ്പെടുക. അതില്ലെങ്കിൽ
ഒരിക്കൽ ഗുരുദേവൻ പറഞ്ഞു, ഇനി ക്ഷേത്ര നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കരുത്. ക്ഷേത്രങ്ങൾ അവയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ വേണ്ട പോലെ നിർവഹിക്കുന്നില്ല, പാലിക്കുന്നില്ല. ജനങ്ങൾക്ക് അങ്ങനെ വന്നാൽ ക്ഷേത്രവിശ്വാസം കുറയാനിടയുണ്ട്. അതെന്താണെന്ന് പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങൾ നമുക്കുണ്ടാവണം. ധാർമ്മിക ബോധനം നൽകുന്ന സങ്കേതങ്ങളും കൂടി ആയിരിക്കണം ക്ഷേത്രം. ഒരിക്കലൊരു ഗ്രാമത്തില് ഒരു തകർന്നു കിടന്ന ക്ഷേത്രം നാട്ടുകാരെല്ലാവരും പരിശ്രമിച്ച് നന്നാക്കി പുനർനിർമ്മാണം ചെയ്ത് അവിടെ പുനഃപ്രതിഷ്ഠ നടത്താൻ പോവുകയാണ്. ഏതോ വിദൂരതയിലാണ് പുനഃപ്രതിഷ്ഠയ്ക്കുള്ള വിഗ്രഹം ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. അത് ശില്പികളുടെ അനുഗ്രഹ ആശീർവാദങ്ങളോടുകൂടി അവർക്ക് വേണ്ടതൊക്കെ കൊടുത്ത് ജനങ്ങൾ ഭക്തന്മാര് വാങ്ങി നാമജപം നടത്തി ഘോഷയാത്രയായിട്ട് ഈ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരിക. കൊണ്ടുവന്നിട്ട് വേണം മറ്റ് താന്ത്രിക ചടങ്ങുകളോടുകൂടി ദേവാലയത്തിൽ അത് പ്രതിഷ്ഠിക്കാൻ. ഇതൊരു കഴുതയുടെ പുറത്ത് വെച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. മാർഗത്തിലുള്ളവരൊക്കെ ആ ബിംബത്തിൽ മാലകൾ ചാർത്തി സ്വീകരിക്കാൻ തുടങ്ങി. മാല കൊണ്ട് ബിംബം നിറഞ്ഞു കഴിഞ്ഞപ്പോ കുറെ പേര് ഈ കഴുതയുടെ കഴുത്തിലും മാല ഇടാൻ തുടങ്ങി. കാരണം ബിംബത്തിൽ നിറഞ്ഞു കഴിഞ്ഞു. കുറെ മാല കഴുത്തിൽ വീണപ്പോ കഴുത വിചാരിച്ചു, എന്റെ മഹത്വം കൊണ്ടാണ് എന്നെ ഈ മാലയിട്ട് സ്വീകരിക്കുന്നത്. അപ്പൊ ചെറിയൊരു ഗാംഭീര്യം വന്നു. മധ്യാഹ്നത്തില് ആ ഭക്തസംഘം ഭക്ഷണം കഴിക്കാനായിട്ട് ഒരിക്കലും നിർത്തി. ബിംബം ഒരു വിശുദ്ധ സ്ഥാനത്ത് ഇറക്കി വെച്ച് കഴുതയെ സ്വതന്ത്രാക്കി. അത് പരിസരത്തൊക്കെ ഒന്ന് അലഞ്ഞു നടന്നു. കൂട്ടത്തിൽ അത് വിചാരിച്ചു, എന്റെ മഹത്വം കൊണ്ടാണ് ഈ ജനങ്ങളൊക്കെ ഇവരെ എല്ലാവരെയും സ്വീകരിക്കുന്നത്. ഞാനൊന്ന് ഒളിച്ചിരുന്നാൽ ഇവരെന്ത് ചെയ്യുന്നു ഞാനൊന്ന് കാണട്ടെ. കഴുത ഒരു പൊന്തക്കാട്ടിലോ ഒളിച്ചിരുന്നു. ഭക്ഷണം വിശ്രമമൊക്കെ കഴിഞ്ഞ് ഭക്തന്മാര് നോക്കിയപ്പോ കഴുതയെ കാണാനില്ല. കുറെ അന്വേഷിച്ചു, കാടുകളിലൊക്കെ തട്ടിമുട്ടി നോക്കി. കഴുത ചുരുണ്ടുകൂടി ഒളിച്ചിരുന്നു. ഒരാൾ ആ ബിംബെടുത്ത് തോളിൽ വെച്ച് മറ്റുള്ളവരെ നാമം ജപിച്ച് അവര് ക്ഷേത്രത്തിലേക്ക് യാത്രയായി. കുറെ കഴിഞ്ഞ് കഴുത പൊന്തക്കാട്ടിൽ നിന്ന് വന്ന് നോക്കുമ്പോ അവിടെ ഭക്തന്മാരും ഇല്ല, ആരുമില്ല, ഒന്നുമില്ല, ബിംബവും ഇല്ല. കുറെ അന്വേഷിച്ചു, അവർ യാത്രയായി കഴിഞ്ഞു. ഇതുപോലെ ഗുരുദേവൻ നമ്മളെ അനുഗ്രഹിച്ചു, നമുക്ക് വേണ്ടതെല്ലാം തന്നു. പുണ്യക്ഷേത്രങ്ങൾ തന്നു. വിധിയാമണ്ണം അവിടെ അർച്ചനയും ആരാധനയും മറ്റ് ധാർമ്മിക ചര്യകളും നടത്താതിരുന്നാൽ ഗുരുദേവനും ഗുരുചൈതന്യവും അതിന്റെ വഴിക്ക് പോകും. നമ്മൾ കഴുതകളെ പോലെ ഒന്നുമില്ലാത്തവരാകും. അതില്ലാതിരിക്കട്ടെ. അതുകൊണ്ട് നമ്മൾ ഈ വിജ്ഞാനം കൊണ്ട് പ്രബുദ്ധരാകണം, സ്വതന്ത്രരാകണം, ധന്യരാകണം. അതിലേക്ക് ജ്ഞാനസ്വരൂപനായ സുബ്രഹ്മണ്യ സ്വാമിയെ കുറിച്ച് പറയുക. ഗാംഗേയം മന്യഗർഭം ശരവണജനിതം ജ്ഞാനശക്തിം കുമാരം. സ്വാമിയുടെ കയ്യിലുള്ള വേല് അറിവിന്റെ പ്രതീകമാണ്. എല്ലാ വിധത്തിലുള്ള അറിവും എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. നമ്മളൊക്കെ മലയാളത്തിൽ പാടാറില്ലേ, കാലുതന്നു കനിയേണമെന്നിൽ നീ വേലുമെന്തി വിലസുന്ന ദൈവമേ. ആ വേലുമെന്തി വിലസുന്ന ദൈവം എല്ലാവർക്കും ജ്ഞാനശക്തിയെ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. നമസ്കാരം.
വളരെ ആഗ്രഹിച്ചിരുന്ന വിജയൻ തന്ത്രികളുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നമ്മൾ കേട്ട അതേ കാര്യങ്ങൾ തന്നെ വളരെ ഹ്രസ്വമായി അദ്ദേഹം വീണ്ടും നമ്മളെ ഓർമ്മിപ്പിച്ചു. ഇതെല്ലാം നമ്മൾക്ക് ക്ഷേത്രത്തോടുള്ള ഭക്തിയും അടുപ്പവും കൂട്ടുന്നതിന് ഉതകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഞാൻ വിജയൻ തന്ത്രികൾക്ക് നന്ദി അറിയിക്കുന്നു. നാളെ കലശം എന്താണെന്ന് തന്ത്രികൾ നമ്മെ പഠിപ്പിച്ചു. ഏതാനും കലശങ്ങൾ കൂടി ബാക്കിയുണ്ട്. ആർക്കെങ്കിലും കലശം സമർപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. ബ്രഹ്മകലശം 1 2 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. പരികലശം കുറച്ചധികം ബാക്കിയുണ്ട്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്യാം. അതിൻ്റെ മഹത്വം എല്ലാവരിലേക്കും എത്തട്ടെ. അപ്പോൾ ഇന്നും നമുക്ക്